അങ്ങനെ 2 വർഷത്തിന് ശേഷം ഡ്രൂ മെക്കിൻറ്റിയർ WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നു. എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സിന്റെ മടുപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിന്നും നമുക്കൊരു മോചനം തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻറ്റിയർ ഒരു വില്ലനായിരുന്നു എന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം അദ്ദേഹം ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കണമെന്ന് തന്നെയായിരുന്നു. അതും അമേരിക്കൻ ഫാൻസിനേക്കാൾ കൂടുതലായിട്ടും യൂറോപ്യൻ ഫാൻസിന് അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സ്മാക്ക് ഡൗണിൽ നടന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഡ്രൂ മെക്കിൻറ്റിയർ വിജയിച്ചത് എന്നുള്ളതും എന്താണ് ഇനി ഡ്രൂ മെക്കിൻറ്റിയറിന്റെ കരിയറിൽ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. എല്ലാ ആഴ്ചയിലും സ്മാക്ക് ഡൗൺ എപ്പിസോഡും റോ എപ്പിസോഡും തുടങ്ങുന്ന സമയത്ത് ഓരോരോ റെസ്ലേഴ്സ് വരുന്നതും ആ റെസ്ലേഴ്സ് വരുന്ന സമയത്ത് ഫാൻസിന്റെ റിയാക്ഷനും നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ഈ സ്മാക്ക് ഡൗണിലും എല്ലാ റെസ്ലേഴ്സും വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൂ മെക്കിൻറ്റിയറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള ചിയറിംഗ് ആയിരുന്നു, കയ്യടികളായിരുന്നു. എന്നാൽ കോഡി റോഡ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നതോ വലിയ രീതിയിലുള്ള കൂവലായിരുന്നു. കോഡി വില്ലനായിട്ട് നിൽക്കുന്നത് പോലെയാണ് ആ ഒരു കൂവൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ടായിരുന്നു ഇവരുടെ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. 3 സ്റ്റേജസ് ഓഫ് ഹെൽ മാച്ച്. ഈ ഒരു 3 മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ മാച്ചുകളിൽ അഥവാ 2 മാച്ചുകളിൽ വിജയിക്കുന്നത് ആരാണോ അവരായിരിക്കും WWE ചാമ്പ്യനായിട്ട് മാറുക എന്നുള്ളതായിരുന്നു WWE കരാറുണ്ടായിരുന്നത്. ഈ 3 മാച്ചുകളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൂ മെക്കിൻറ്റിയർ തന്നെയായിരുന്നു. അദ്ദേഹമായിരുന്നു സ്മാക്ക് ഡൗണിൽ വന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു നോർമൽ മാച്ച്, പിന്നീട് ഒരു ഫാൾസ് കൗണ്ട് എനിവെയർ മാച്ച്, പിന്നീട് ഒരു സ്റ്റീൽ കേജ് മാച്ച് എന്നിങ്ങനെ. ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണുകളിലെല്ലാം കൂടെ കോഡി റോഡ്സിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രൂ മെക്കിൻറ്റിയർ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡിയും ഡസ്റ്റി റോഡ്സും കൂടി നിൽക്കുന്ന ഫോട്ടോ എല്ലാം തന്നെ എടുത്ത് കത്തിക്കുക, ഡസ്റ്റി റോഡ്സിന്റെ വാച്ച് എടുത്ത് കോഡിയെ ദേഷ്യം പിടിപ്പിക്കുക, ഡസ്റ്റി റോഡ്സിനെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡ്രൂ ചെയ്തുകൊണ്ട് ആ ഒരു ഫ്യൂഡ് വേറെ ലെവലിലേക്ക് മെക്കിൻറ്റിയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു മാച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നോർമൽ മാച്ച് ആയിരുന്നു. ഡ്രൂ മെക്കിൻറ്റിയർ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള നോർമൽ റെസ്ലിംഗ് മാച്ച്. മാച്ചെല്ലാം തന്നെ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഡ്രൂ മെക്കിൻറ്റിയർ പുറത്തേക്ക് എത്തിക്കൊണ്ട് ഒരു ചെയർ എടുത്ത് കോഡി റോഡ്സിന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ചെയർ ഉപയോഗിച്ച് അടിക്കാനാണ് പറഞ്ഞത്. നോർമൽ മാച്ച് ആയതുകൊണ്ട് തന്നെ കോഡി റോഡ്സ് ചെയർ ഉപയോഗിച്ച് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുകയും ഡ്രൂ മെക്കിൻറ്റിയർ ആ ഒരു ഫസ്റ്റ് മാച്ചിൽ വിജയിക്കുകയും ചെയ്യും. പക്ഷേ കോഡി റോഡ്സ് അതൊന്നും തന്നെ ചെയ്തില്ല. ഡ്രൂ മെക്കിൻറ്റിയർ കോഡിയെ എടുത്തുകൊണ്ട് സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഒരു 1.5 എയർ എറിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ റിങ്ങിലേക്ക് കയറിയതിനു ശേഷം ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും കോഡി റോഡ്സ് ഒരു കോടി കട്ടർ ചെയ്തു. എന്നിട്ട് മെക്കിൻറ്റിയർ കോർണറിൽ നിൽക്കുകയായിരുന്നു. അവശനായിക്കൊണ്ട് കോർണർ പിടിച്ചു നിൽക്കുന്ന സമയത്ത് കോഡി മെക്കിൻറ്റിയറിനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് മെക്കിൻറ്റിയർ പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോർണറിലെ ടേൺ ബക്കിളിലുള്ള പൗച്ചിലായിരുന്നു. ആ ഒരു പൗച്ചും കൊണ്ടായിരുന്നു മെക്കിൻറ്റിയർ പുറകിലേക്ക് വീണിട്ടുണ്ടായിരുന്നത്. പൗച്ച് പറഞ്ഞു പോകുന്നതിനെ തുടർന്ന് റഫറി ആ ഒരു പൗച്ച് എടുത്തുകൊണ്ട് അതേ സ്ഥലത്ത് വെക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോഴേക്കും മെക്കിൻറ്റിയർ അതാ കിടക്കുന്നു ലോ ബ്ലോ. അങ്ങനെ കോഡിയെ ലോ ബ്ലോ ചെയ്തു. ലോ ബ്ലോയുടെ കൂടെ തന്നെ ഒരു ക്ലേമർക്ക് കൂടി ചെയ്തുകൊണ്ട് ഡ്രൂ മെക്കിൻറ്റിയർ ആദ്യത്തെ മാച്ചിൽ വിജയിച്ചു. രണ്ടാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫാൾസ് കൗണ്ട് എനിവെയർ മാച്ച്. ഈ ഒരു മാച്ചിൽ മെക്കിൻറ്റിയർ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 മാച്ചുകളിലും കൂടി വിജയിച്ചതുകൊണ്ട് മെക്കിൻറ്റിയർ തന്നെ ചാമ്പ്യനായിട്ട് എന്തായാലും അനൗൺസ് ചെയ്യപ്പെടും. മാച്ച് തുടങ്ങിയ ഉടനെ തന്നെ കോഡിയെ എടുത്തുകൊണ്ട് പവർ ബോംബ് ചെയ്യുന്ന, അതും ഒരു ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ മുകളിലേക്കായിരുന്നു പവർ ബോംബ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്കിൻറ്റിയറിനെ നമ്മൾ കണ്ടു. പിന്നീട് ഇവർ തല്ലുണ്ടാക്കിയിട്ട് എൻട്രൻസ് ഏരിയയുടെ അവിടേക്ക് പോയി, ഫാൻസിന്റെ ഏരിയയിലേക്ക് പോയി. ഫാൻസിന്റെ അടുത്തൊന്നും ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കോഡി റോഡ്സ് ഒരു സെൽഫി ഫൈറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ഫാനിന്റെ മൊബൈൽ വാങ്ങിക്കൊണ്ട് ആ മൊബൈലിൽ സെൽഫി എടുത്തുകൊണ്ട് ഡ്രൂ മെക്കിൻറ്റിയറെ കടിച്ചു പറിച്ച് തിന്നുന്ന കോഡിയെ നമ്മൾ കണ്ടു. പിന്നീട് ഫാൻസിന്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ടോപ്പിൽ കയറി അവിടെ നിന്നും ഡ്രൂ മെക്കിൻറ്റിയറിന്റെ മേലേക്ക് ചാടുകയുണ്ടായി. അതും കഴിഞ്ഞ് അനൗൺസർ ടേബിളിന്റെ മുകളിൽ എത്തിക്കൊണ്ട് ക്രോസ് റോഡ്സ് ചെയ്തു. അതോടെ ഡ്രൂ മെക്കിൻറ്റിയർ ആ ഒരു മാച്ചിൽ തോൽക്കുകയുണ്ടായി. അങ്ങനെ ഡ്രൂ മെക്കിൻറ്റിയറിന് 1 പോയിന്റ്, കോഡി റോഡ്സിനും 1 പോയിന്റ്. അങ്ങനെ 3 സ്റ്റേജസ് ഓഫ് ഹെൽ മാച്ചിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലെത്തി, സ്റ്റീൽ കേജ് മാച്ച്. മാച്ച് തുടങ്ങി 2 പേരും റിങ്ങിലേക്ക് എത്തി. ഉടനെ തന്നെ കോഡിയുടെ വക ക്രോസ് റോഡ്സ് കൊടുത്തു. പിൻ ചെയ്തു നോക്കി. ഇത്രയും നേരം മത്സരിച്ചതല്ലേ, അവശനായി കാണുമെന്നുള്ളത് ഉറപ്പിച്ചു. പക്ഷേ ഡ്രൂ മെക്കിൻറ്റിയർ തോറ്റുകൊടുത്തില്ല. വീണ്ടും ഒരു കോടി കട്ടർ ചെയ്തുകൊണ്ട് പിൻ ചെയ്തു നോക്കി. വിജയിച്ചില്ല. 3 ക്രോസ് റോഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിൽ 2 ചെയ്ത് മൂന്നാമത്തത് ചെയ്യുന്നതിന് മുൻപേ തന്നെ മെക്കിൻറ്റിയറിന്റെ വക ക്ലേമർക്ക് കിട്ടി. മെക്കിൻറ്റിയർ പിൻ ചെയ്തു നോക്കി. തോറ്റില്ല. 2 പേരും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഏതാ കോഡി കേജിന്റെ മുകളിൽ നിന്നും
ഒരു കിടിലൻ കോടി കട്ടർ. അതോടുകൂടി കോഡി റോഡ്സ് വിജയിച്ചു എന്നുള്ളത് ഉറപ്പിച്ചു. പക്ഷേ മെക്കിൻ്റെയർ തോറ്റു കൊടുത്തില്ല. അങ്ങനെ മാച്ചിൻ്റെ ഏറ്റവും അവസാനം രണ്ടുപേരും ആ ഒരു കേജിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്നും താഴേക്ക് വീഴുകയുണ്ടായി. വീണിട്ടുണ്ടായിരുന്നത് നട കുത്തിയിട്ടായിരുന്നു, അതും ആ ഒരു റോപ്പിൻ്റെ മുകളിലേക്ക്. രണ്ടുപേരും അവശനായി നിലത്തേക്ക് പതിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മെക്കിൻ്റെയർ എങ്ങനെയൊക്കെയോ ഇഴഞ്ഞു നീങ്ങി ഡോറിൻ്റെ അവിടേക്ക് എത്തി. എന്നിട്ട് ഡോർ തുറന്നു തരാൻ വേണ്ടി പറഞ്ഞു. റഫറി ഡോർ തുറന്നു കൊടുത്തതും അതാ ഒരു മാസ്ക് ധരിച്ച വ്യക്തി, ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ച, ബ്ലാക്ക് മാസ്ക് ധരിച്ച വ്യക്തി മുൻപിലേക്ക് കയറി വന്നുകൊണ്ട് റഫറിയെ അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം മാസ്ക് അഴിക്കുന്നു. മറ്റാരുമായിരുന്നില്ല, ജേക്കബ് ഫാത്തു. ഒരുപാട് നാളുകളായിട്ട് ഇഞ്ചുറി കാരണം WWE-യിൽ നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്ന ജേക്കബ് ഫാത്തു റിട്ടേൺ ചെയ്തിരിക്കുന്നു. ഫാത്തുവിനെ ആരോ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം WWE-യിൽ നിന്നും മാറി നിന്നത് എന്നെല്ലാം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൂ മെക്കിൻ്റെയർ തന്നെ ആയിരിക്കണം ഫാത്തുവിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. മെക്കിൻ്റെയർ ഫാത്തുവിനെ കണ്ടപ്പോൾ ഉടനെ തന്നെ വേഗം കേജിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ വേണ്ടി നോക്കി. എന്നാൽ ഫാത്തു ഓടി ചെന്നുകൊണ്ട് മെക്കിൻ്റെയറിനെ അറ്റാക്ക് ചെയ്ത് ഒരു പരുവമാക്കി. എന്നാൽ തന്റെ മാച്ചിൽ വന്ന് ഇന്റർഫിയർ ചെയ്തതിനെ തുടർന്ന് കോഡി റോഡ്സ് ജേക്കബ് ഫാത്തുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫാത്തു കൊണ്ട് വിട്ടുകൊടുക്കുന്നു. കോഡി റോഡ്സും ജേക്കബ് ഫാറ്റും തമ്മിൽ നല്ല രീതിയിൽ അവിടെ ഫൈറ്റ് നടക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഡ്രൂ മെക്കിൻ്റെയർ കേജിന് പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ ഡ്രൂ മെക്കിൻ്റെയർ വിജയിച്ചുകൊണ്ട് ന്യൂ WWE ചാമ്പ്യനായി മാറുന്നു. അതും 2 വർഷത്തിന് ശേഷം. റെസിൽമേനിയ 40-ലായിരുന്നു ഡ്രൂ മെക്കിൻ്റെയർ ഏറ്റവും അവസാനമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ 4ാമത്തെ ചാമ്പ്യൻഷിപ്പ് റെയിൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഹി ഡിസേർവ്സ് ഇറ്റ്. അവിടെയുള്ള ഫാൻസിന് മുഴുവൻ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ മെക്കിൻ്റെയറിനെ ചിയർ ചെയ്യുകയായിരുന്നു. ആർക്കും തന്നെ കോഡി റോഡ്സ് തോറ്റതിന്റെ പേരിൽ വലിയ സങ്കടമൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, എന്തിനാണ് കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഡ്രൂ മെക്കിൻ്റെയറിനെ ചാമ്പ്യൻ ആക്കിയിട്ടുണ്ടായിരുന്നത്? അതിൽ ഒന്നാമത്തെ കാരണം കോഡി റോഡ്സിന്റെ റെയിൻ വളരെയധികം മോശമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം റെസിൽമേനിയ 40-ൽ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം തന്നെ മത്സരിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്നാലും വലിയ അടിപൊളി ഫ്യൂഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കരമായ ഫ്യൂഡുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ അതും കഴിഞ്ഞ് റെസിൽമേനിയ 41-ൽ ജോൺസിനെതിരെ കോഡി തോൽക്കുകയുണ്ടായി. പിന്നീട് സമ്മർ സ്ലാമിൽ വീണ്ടും കോഡി വിജയിച്ചു. സമ്മർ സ്ലാം കഴിഞ്ഞതിന് ശേഷം കോഡിയുടെ അടുത്തുനിന്ന് നല്ലൊരു മാച്ചോ നല്ലൊരു ഫ്യൂഡോ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഉറങ്ങി നടക്കുന്ന ഒരു ചാമ്പ്യനേക്കാൾ നല്ലത് നല്ല പവർഫുൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോറി ലൈൻ കൊണ്ടുവരുന്ന ഒരു ചാമ്പ്യനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഡ്രൂ മെക്കിൻ്റെയറെ വിജയിപ്പിച്ചതായിരിക്കും. അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൂ മെക്കിൻ്റെയറിന്റെ നാട്ടിൽ തന്നെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോയിൽ മെക്കിൻ്റെയറെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു WWE. അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് അദ്ദേഹം എന്തായാലും വിജയിക്കുമെന്നുള്ളത് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ അവിടെ WWE അദ്ദേഹത്തെ തോൽപ്പിച്ചതിലൂടെ ശരിക്കും എല്ലാവർക്കും വളരെയധികം സങ്കടമായിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു പ്രത്യുപകാരമായിട്ടാണ് യൂറോപ്യൻ ഫാൻസിനെ മുൻപിൽ വെച്ചിട്ട് ഡ്രൂ മെക്കിൻ്റെയറിന് ഒരു വിജയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ ഏത് രാജ്യത്തെക്കാളും ഡ്രൂ മെക്കിൻ്റെയറെയും റാൻഡി ഓർട്ടോണെയും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻസ് തന്നെയാണ് യൂറോപ്യൻ ഫാൻസ്. അപ്പോൾ അവരുടെ മുൻപിൽ വെച്ചിട്ട് മെക്കിൻ്റെയറിനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും റെസിൽമേനിയ വിജയിക്കുന്നതിന്റെ പവറാണ്. പിന്നെ അടുത്തൊരു കാര്യം, ട്രിപ്പിൾ എച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ ന്യൂ എറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രിപ്പിൾ എച്ച് ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ വന്നുകൊണ്ട് പറയാറുണ്ടല്ലോ, ന്യൂ എറ ഇപ്പോൾ തുടങ്ങും, ന്യൂ എറ അടുത്തതാണ്, ന്യൂ എറ അപ്പുറത്തതാണ് എന്നെല്ലാം തന്നെ. പക്ഷേ 2026 മുതൽ ന്യൂ എറയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2026-ൽ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സ്മാക്ക് ഡൗൺ വേറെ ലെവൽ സ്മാക്ക് ഡൗൺ ആയിരുന്നു. അതിന്റെ 2ാമത്തെ സ്മാക്ക് ഡൗൺ ആണ് ഇപ്പോൾ നടന്നത്. ഒരുപാട് ചേഞ്ചസ് എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. ആദ്യത്തെ സ്മാക്ക് ഡൗണിൽ തന്നെ ഒരു ആംബുലൻസ് മാച്ച് നടന്നു. 2ാമത്തെ സ്മാക്ക് ഡൗണിൽ 3 സ്റ്റേജസ് ഓഫ് ഹെൽ മാച്ച് നടന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആംബുലൻസ് മാച്ചും 3 സ്റ്റേജസ് ഓഫ് ഹെൽ മാച്ചും എല്ലാം തന്നെ WWE-യിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദ ന്യൂ എറ സ്റ്റാർട്ടഡ് വിത്ത് ദ ന്യൂ ചാമ്പ്യൻ. എല്ലായ്പ്പോഴും റോ ബ്രാൻഡാണ് ഏറ്റവും സൂപ്പറായിട്ട് വരാറുള്ളത്. റോമൻ റെയിൻസിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോയതിനു ശേഷം സ്മാക്ക് ഡൗൺ ബ്രാൻഡ് വളരെയധികം മോശമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ന്യൂ എറ തുടങ്ങിയതിനു ശേഷം സ്മാക്ക് ഡൗൺ ആണ് ഒരു പടിക്ക് മുൻപിൽ നിൽക്കുന്നത്. 3 മണിക്കൂർ ഉണ്ട് എന്നുണ്ടെങ്കിലും റോ ബ്രാൻഡിനേക്കാളും എന്തുകൊണ്ടും മികച്ചത് സ്മാക്ക് ഡൗൺ തന്നെയാണ്. എല്ലാ മാച്ചുകളും എല്ലാ സെഗ്മെന്റുകളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് സ്മാക്ക് ഡൗൺ ബ്രാൻഡിലേത്. പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് WWE-യിലെ ഉള്ളിലുള്ള സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഡ്രൂ മെക്കിൻ്റെയർ വേൾഡ് ചാമ്പ്യൻ ആകണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും അവരുടെ തീരുമാനത്തിന്റെ പുറത്തുമാണ് ഡ്രൂ മെക്കിൻ്റെയറിനെ ചാമ്പ്യൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൂ മെക്കിൻ്റെയറും കോഡി റോഡ്സും കൂടിയായിരുന്നു. രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കൈമാറണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കോഡി റോഡ്സിനും തോന്നിയിട്ടുണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് അത്രത്തോളം നല്ലതായിട്ട് പോകുന്നില്ല ചാമ്പ്യൻഷിപ്പ് റെയിന്. ഇനിയും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോഡിക്ക് തന്നെയാണ് നെഗറ്റീവ് ആവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡ്രൂ മെക്കിൻ്റെയറിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കരിയറിൽ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്? അതിൽ ആദ്യം തന്നെ പഴയ WWE ചാമ്പ്യനായിട്ടുള്ള കോഡിയുടെ കാര്യം നോക്കാം. കോഡി റോഡ്സ് ഇനി വീണ്ടും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരുമോ? കോഡിയുടെ അടുത്ത എതിരാളിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ജേക്കബ് ഫാത്തു തന്നെയായിരിക്കണം. തന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടാൻ
വേണ്ടി കാരണക്കാരനായ ജേക്കബ് ഫാറ്റുവിനെതിരെ കോഡി റോഡ്സ് പോവുകയും ഒരു വൻ ഫ്യൂഡ് തന്നെയായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ജേക്കബ് ഫാറ്റു വലിയ വില്ലനാണ്, കോഡി റോഡ്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഹീറോയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നല്ല കിഡിലൻ ഫ്യൂഡ്, നല്ല കിഡിലൻ മാച്ചുകളും വിത്തൗട്ട് ചാമ്പ്യൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഡ്രൂ മെക്കിൻറ്ററിന്റെ കരിയറിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്? അടുത്തതായിട്ടുള്ള പേപ്പർ വ്യൂ റോയൽ റംബിൾ ആണല്ലോ. റോയൽ റംബിളിൽ WWE ചാമ്പ്യനെ നേരിടാൻ വേണ്ടി പോകുന്നത് ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് WWE തന്നെ ഒരു ടൂർണമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ടൂർണമെന്റിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണും. മാറ്റ് കാർഡോണോ വേഴ്സസ് ട്രിക് വില്യംസ് ഒരു മാച്ച്, രണ്ടാമത്തെ മാച്ച് സാമി സെയിൻ വേഴ്സസ് ഇലിയ ഡ്രോഗണോവ്, മൂന്നാമത്തെ മാച്ച് റാൻഡി ഓർട്ടൺ വേഴ്സസ് മിസ്, നാലാമത്തെ മാച്ച് ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് സോളോ സിക്കോവ. ഈ 4 മാച്ചിൽ വിജയിക്കുന്ന 4 പേരും കൂടി ഒരു ഫെത്തൽ 4-വേ മാച്ചാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ വിജയിക്കുന്ന ഒരു വിജയിയായിരിക്കും റോയൽ റംബിളിൽ ഡ്രൂ മെക്കിൻറ്ററെ എതിരിടാൻ വേണ്ടി പോകുന്നത്. അതെ, മെക്കിൻറ്ററിന്റെ റോയൽ റംബിളിലെ എതിരാളി ആ ഒരു വ്യക്തിയായിരിക്കും. റോയൽ റംബിളിലെ എതിരാളി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിനുള്ളത് എലിമിനേഷൻ ചാമ്പറും റസൽ മേനിയയുമാണ്. എന്റെ അഭിപ്രായത്തിൽ റോമൻ റെയിൻസ് ആയിരിക്കും റോയൽ റംബിൾ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം WWE ചാമ്പ്യൻഷിപ്പിന് എതിരെ വരുന്നതിനേക്കാൾ കൂടുതൽ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള CM പങ്കിനെതിരെ പോകാനാണ് ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരു വിലയില്ലാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതിനൊരു വില വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബ്രോക്കിന്റെ കയ്യിലോ അല്ലെങ്കിൽ റോമന്റെ കയ്യിലോ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എത്തിപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി റോമൻ ആ ചാമ്പ്യൻഷിപ്പിന്റെ പുറകെ പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആരാണോ എലിമിനേഷൻ ചാമ്പർ വിജയിക്കുന്നത് അവരായിരിക്കും മെക്കിൻറ്ററിന്റെ എതിരാളി. നിങ്ങളുടെ അഭിപ്രായത്തിൽ റസൽമേനിയ 42 ഡ്രൂ മെക്കിൻറ്ററിന്റെ ഓപ്പണന്റ് ആരായിരിക്കും? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ അഭിപ്രായത്തിൽ ഫിൻ ബേലർ ടോപ്പിലേക്ക് വരണമെന്നുള്ളതും അദ്ദേഹം റസൽമേനിയയിൽ മെക്കിൻറ്ററിനെതിരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.